അവർക്കെന്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ്, എന്താ അവർക്ക് റജബ് വന്നിന്? കൂട്ടുകാരെ, നമ്മളൊന്ന് ഉണരണം. ആഖിറത്തിലേക്ക് പണിയെടുക്കണം. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലുന്ന മഹാനാണ്. എന്തിനാണ് ഇത്രയും തസ്ബീഹ് ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ മഹാൻ പറയും, ഉസബ്ബിഹു ബിഖദ്രി ദംബി, എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും, അത്രയും തെറ്റ് പൊറുക്കാനാണ് ഞാൻ ഈ 12,000 ഡെയിലി സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത്. ഈ സ്വഹാബിക്ക് എന്ത് തെറ്റാ ഉണ്ടാവുക? നിബിതങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും യുദ്ധത്തിലും വിജയത്തിലും യാത്രയിലും പള്ളിയിലും ഏത് ഘട്ടത്തിലും കൂടെ നിന്ന് ഹദീസുകൾ ഒപ്പിയെടുത്ത് ലക്ഷക്കണക്കിന് ഹദീസുകൾ തൻ്റെ തലച്ചോറിലേക്ക് കയറ്റിവിട്ട് അടുത്തൊരു തലമുറക്ക് പകർന്നു കൊടുത്ത ഹദീസ് പണ്ഡിതരുടെ കുലപതിയായ അബൂ ഹുറൈറ തങ്ങൾക്ക് എന്ത് തെറ്റാ ജീവിതത്തിൽ ഉണ്ടാവല്? എന്നിട്ടും പറയുന്നുണ്ടോ, ഉസബ്ബിഹു ബിഖദ്രി ദംബി. ആ അബൂ ഹുറൈറ തങ്ങൾ എപ്പോൾ വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് വുളുവിൻ്റേത് നിസ്കരിക്കും. ആ മഹാനവർകൾ ആ വഫാത്താവുമ്പോൾ കരയുന്നത് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞല്ലോ, സഫരി ത്വീലുൻ വസാദി ഖലീൽ. ഇനി എനിക്ക് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം? സിറാത്ത് പാലം തന്നെ ഇല്ലേ 1000കണക്കിന് കിലോമീറ്റർ? ഖബർ എന്ന ലോകമില്ലേ 10,000കണക്കിന് കൊല്ലം? മഹ്ശറ എന്ന ലോകത്തെ ഒരു ദിവസം തന്നെ മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലമാ. ഈ കാലം എത്രയും എൻ്റെ കയ്യിൽ കരുതി വപ്പായിട്ടുള്ള സ്വത്ത്, ലഗേജ് ആകെ കുറഞ്ഞ ഇബാദത്തേ ഉള്ളൂ. സഫരി ത്വീലുൻ, നീണ്ട യാത്രയിൽ കരുത്തു സ്വത്ത് എനിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. മരുസാഗറിലോ എറണാകുളം ഓക്കെ എക്സ്പ്രസിലോ കയറി അജ്മീറിലേക്ക് യാത്ര ചെയ്യുന്നയാൾ കണക്ക് കൂട്ടും, ഞാൻ എത്ര ദിവസമാണ് യാത്ര ചെയ്യേണ്ടത്, അത്രയും അവലും പഴവും വെള്ളവും ഒക്കെ കരുതി വെക്കണം. 2 ദിവസത്തേക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ. ഒരാൾ മരണപ്പെടുമ്പോൾ എത്ര നൂറ്റാണ്ടുകൾ, എത്ര സഹസ്രാബ്ദങ്ങളാണ് അയാൾ ജീവിക്കേണ്ടത്? ആ കാലം എത്രയും ഉണ്ടാക്കിയെടുക്കേണ്ട കരുത്തു സ്വത്ത് ജീവിതത്തിൽ കൂട്ടുകാരെ ഈ കുറഞ്ഞ കാലത്ത് ഉണ്ടാക്കണം. ആ കാലമാണ് ദുനിയാവെന്ന കാലം. അതാണ് ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത്, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഇവിടെ സമയമില്ല. എന്നിട്ടല്ലേ അനാവശ്യം, എന്നിട്ടല്ലേ റീൽസ്, എന്നിട്ടല്ലേ ലാസ്റ്റ് സീൻ, എന്നിട്ടല്ലേ വാട്സപ്പും യൂട്യൂബും. ആഖിറത്തിലേക്ക് നിർബന്ധമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഇബാദത്ത് ചെയ്യാൻ തന്നെ ഇവിടെ സമയമില്ല. എന്നിട്ടല്ല മോനെ അനാവശ്യം. ആശയങ്ങൾ തുളുമ്പുന്ന വാക്കുകളാണ് അഇമ്മത്ത് എഴുതി വെക്കുന്നത്. കൂട്ടുകാരെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് സ്വർഗം വാങ്ങണം. അതിന് ഒന്നാമത്തെ അനുഗ്രഹം മക്കളാണ്. നിഅമുല്ലില്ലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ നന്നാവൽ. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ ആലിമീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കൾക്ക് ഖൈർ നൽകുമാറാവട്ടെ. മക്കൾ അവര് നന്നാവണമെങ്കിൽ പെരുത്ത് പണിയുണ്ട്. പാരന്റിങ്, മക്കളെ നന്നാക്കുന്നത്, തർബിയത്ത് ചെയ്യുന്നത് അംറുൻ അലീമുൻ, വലിയ റിസ്ക് ഉള്ള സംഗതിയാണെന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞത്. കുറച്ച് കടുപ്പുള്ള കാര്യമാണ് മക്കള് നന്നാവൽ, അവരെ നന്നാക്കിയെടുക്കൽ എന്ന് പറയണം. വെറുതെ അങ്ങ് മക്കള് നന്നായി കിട്ടൂല. വിശേഷിച്ച് പുതിയ കാലത്ത് ചുറ്റുവട്ടത്തെ സാഹചര്യങ്ങളെല്ലാം, ക്യാമ്പസ് ആണെങ്കിലും തെരുവാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും തെറ്റുകുറ്റങ്ങളിലേക്ക് മാടി വിളിക്കുന്ന കാലമാണ്.
ഈ കാലത്ത് നമ്മുടെ മക്കൾ നന്നായി കിട്ടണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടത്. എന്താണ് മഹാന്റെ ഉപദേശം? ഒന്ന്, മക്കള് നന്നായി കിട്ടിയാൽ ഉപ്പക്കും ഉമ്മക്കും ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും, ഒട്ടും പേടിക്കണ്ട. മഹാനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്, ഹനഫി പണ്ഡിതനായ ആ മഹാന് കൂടുതൽ കിതാബുകൾ മഹാന്റെ കയ്യിൽ കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത്രയും കിതാബ് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത്? ഇത്രയും കിതാബുകൾ? മഹാൻ പറഞ്ഞു, എൻ്റെ വാപ്പ എനിക്ക് വാങ്ങി തന്നതാണ്. ഈ മോന് വലിയ ആലിമാവാൻ വാപ്പയാണ് അധ്വാനിക്കുന്നത്. ഈ മഹാന്റെ വാപ്പ വഫാത്തായപ്പോൾ എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു കുറേ നേരം ഖുർആൻ ഓതിയിട്ട് ഉപ്പാന്റെ ഖബറിലേക്ക് കൊടുത്തേക്കും. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഈ വാപ്പ ഇബ്നു ആബിദീൻ തങ്ങൾ എന്ന പണ്ഡിതനായ മോന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോന് കൊടുത്തേക്കുന്ന സമ്മാനങ്ങളൊക്കെ ഉപ്പാക്ക് കിട്ടുന്നുണ്ട്, സന്തോഷാണ്, മോൻ ഇനിയും തുടരണം. ഇങ്ങനെ നമുക്കുള്ള മക്കളും ഇങ്ങനെ വേണ്ടേ? സഖാഫികളൊക്കെ ആയിട്ട് വേണ്ടേ? വേണം. അതിനെന്താ വേണ്ടത്? നമ്മളെ മക്കൾ ആണായാലും പെണ്ണായാലും സ്വാലിഹീങ്ങളിൽ പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ ഉപദേശങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിന് പറയുന്നുണ്ട്. മക്കള് നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ ഗസാലി ഇമാം പറയുന്നു. അതിനെ വളരെ ചുരുക്കിക്കൊണ്ട് അല്ലാമ ബിലാലി റഹിമഹുള്ളയുടെ ഖൂത്തുൽ അഹ്യാ മിൻ കിതാബിൽ ഇഹ്യാ എന്ന കിതാബിലും വിവരിക്കുന്നുണ്ട്. വളരെ ചുരുക്കി പറയാം. ഒന്നാമത് വേണ്ടത്, നമ്മളെ മക്കളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. അവൻ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നത് നമ്മൾ അറിയണം. ഇതാണ് മക്കൾ നന്നാവാനുള്ള ഒന്നാമത്തെ വഴി. മോശം കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത്. എത്ര നല്ല കുടുംബത്തിൽ വളർന്ന മോനാണെങ്കിലും മോശം കൂട്ടുകാരെടുത്തുനിന്നാണ് ഈ ഹറാമുകളും തെറ്റുകുറ്റങ്ങളും പുതിയ ഇറങ്ങിയ സിനിമയും തെറ്റുകുറ്റങ്ങളൊക്കെ പഠിക്കണത്. അപ്പൊ നമ്മുടെ മകൾ പഠിക്കുന്ന കലാലയം ഏതാണ്? എൻ്റെ മോൻ പഠിക്കുന്ന കോളേജ് ഏതാണ്? ജുമുഅക്കും ജമാഅത്തിനും വിടാത്ത കലാലയത്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്? ആണിന്റെ വേഷം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലത്ത് ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന കലാലയത്തിലാണോ മോളെ ചേർക്കേണ്ടത്? ആദ്യം ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മകൻ എൻ്റെ മകൾ കൂട്ടുകൂടുന്നത് ആരോടൊപ്പമാണ്. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി. കൂട്ടുകാർ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മക്കളും ജീവിക്കുക. ഹാജിയാരുടെ മോനാണ് ഹജ്ജുമ്മന്റെ മോളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ലവനാണെങ്കിലും മോശവനാണെങ്കിലും കൂട്ടുകാരെങ്ങനെ ജീവിക്കുന്ന അതിനനുസരിച്ച് ജീവിതം ഷേപ്പ് ചെയ്യും, മൗൾഡ് ചെയ്യും, മാറും, ചേഞ്ച് ആവും. അതാ ഗസാലി ഇമാം ആദ്യം തന്നെ പറഞ്ഞത്, മക്കൾ നന്നാണെങ്കിൽ നല്ല കൂട്ടുകാരായിരിക്കണം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. ഒരു ബിദഅത്തുകാരനാണ് നമ്മളെ മോന്റെ സുഹൃത്തെങ്കിൽ ഓൻ പതിയെ പതിയെ ബിദഅത്തുകാരനാവും. നാളെ മറ്റന്നാൾ ചോദ്യം ചോദിക്കും, മരിച്ചോര് കോതുന്നതിന് തെളിവുണ്ടോ? ആരോടാ ചോദിക്കണത്? 10-12 കൊല്ലം ദർശനം നടത്തി
10-15 കൊല്ലം പഠനം നടത്തി 25 കൊല്ലം ദീനിന്റെ വഴിയിൽ ജീവിച്ച അത്യാവശ്യം പ്രായം ഇവന്റെ ഡബിൾ പ്രായമുള്ള ഉസ്താദിനോടാണ് 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച് ഇപ്പൊ ഡിഗ്രിയും PGയും എടുത്തിട്ടോ ചോദിക്കണത്, മരിച്ചവർക്ക് ഓതുന്നതിന് തെളിവുണ്ടോ? തെളിവ് പറഞ്ഞോ എനിക്ക് തിരിയോ? ഇഖ്റഉ അലാ മൗതാകും യാസീൻ, മരിച്ചവർക്ക് യാസീൻ ഓതണമെന്നുണ്ട്. അപ്പോൾ തുണ്ട് കടലാസ് എടുത്തിട്ട് മുജാഹിദുകാർ പറയും അവിടെ മരിച്ചവർ എന്നല്ല, മൗതാക്കും എന്നതിൻ്റെ അർത്ഥം മരണമാസന്നമായവർ എന്നാണ്. മരണമാസന്നമായവന്റെ അടുത്ത് സൂറത്തു യാസീനും സൂറത്തു റായതും ഓതൽ സുന്നത്താണ്, ശരി. അവിടെ മരിച്ചവർ എന്നും അർത്ഥമുണ്ടെന്നല്ലേ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത്? അത് ശരിയല്ല. എന്താ കാരണം? മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരണമാസന്നമായവർ എന്നേ ഉള്ളൂ, മരിച്ചവർക്ക് ഓതിയിട്ട് കാര്യമില്ല. ഓ, അങ്ങനെയാണ് അർത്ഥം അല്ലേ? എന്നാ വേറെ ഒന്ന് ഓതട്ടെ, അർത്ഥം മാറ്റൂലല്ലോ? ഇല്ല. ഓതട്ടെ? ഓതും. മാറുവോ? ഇല്ല. കഫിനു മൗത്താക്കും ബിൽ അബിയൽ, അങ്ങനെ ഉണ്ടല്ലോ. മരിച്ചവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക. അവിടെ നിങ്ങളൊന്ന് അർത്ഥം വെക്ക്. കഫിനു, കഫൻ ചെയ്യുക. മൗത്താക്കും, മരണമാസന്നമായവരെ ബിൽ അബിയൽ, വെളുത്ത വസ്ത്രം കൊണ്ട്. ഏതായാലും മരിക്കാൻ പോകുന്നല്ലേ, ശ്വാസം മുട്ടിച്ച് കൊന്നക്കാം അല്ലെ? അങ്ങനെയാണോ അർത്ഥം? എത്താടാ അർത്ഥം? എന്താണ് ഈ പറയുന്നത്? ഇത്തരത്തിലുള്ള കൂട്ടുകാരാണ് നമ്മുടെ മക്കൾക്കുള്ളതെങ്കിൽ ഈ ഉപ്പിയുമ്മി മരിച്ചാൽ ഏതെങ്കിലും ജീവി ചത്തുപോയാൽ കുഴിച്ചിട്ടിട്ട് പോരുന്ന മതിരി പോരും. എന്ത് തസ്ബീത്ത്, എന്ത് തൽഖീന്, എന്ത് മരിച്ചവർക്ക് യാസീന്, ഒന്നും ഉണ്ടാവില്ല. അത് പ്രശ്നം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഉമ്മമാര് കേൾക്കണം, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതുപോലെ മക്കളെയും രക്ഷപ്പെടുത്തണം. ഈ ആയത്തിന് ഇമാമിങ്ങൾ കൊടുത്ത തഫ്സീർ എന്താണെന്നറിയോ? അല്ലിമു ഔലാദക്കും അസ്സുന്നത വൽ ജമാഅ, മക്കളെ സുന്നിയാക്കി മാറ്റണം, ഇല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തും എന്നാണ് ഈ ആയത്തിന് ഇമാം കുശൈരി കൊടുത്ത തഫ്സീർ. എന്താ കാരണം? എന്താ അതിന്റെ കാരണം? ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ജീവിതം കണ്ടിട്ട് അയാൾ നല്ല മരണേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരാളെ പറ്റി പറയണമെങ്കിൽ അയാളിൽ എന്താ ഉണ്ടാവേണ്ടത്? അന്നത്തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ഇബ്നു ഹജർ തങ്ങൾ ഫതുഹുൽ ഇലാഹിൽ പറയുന്നു, ഒരാൾ ദീൻ പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, മുത്തഅല്ലിമായ മോനാണ്, ദീന് പഠിക്കുന്ന മോളാണ്. മോനെ, നീ മനസ്സിലായിക്കോളി, ഈമാനോടെ മരിക്കുന്നതിന്റെ അടയാളാണ് ജീവിതകാലത്ത് ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതേ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്നെ അവിടുത്തെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, ഒരാൾ ഈമാനില്ലാതെ മരിക്കുന്നു, മരണം മോശമാവുന്നു എന്നുള്ളതിന്റെ അടയാളം അയാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളതാണ്. ഒരൊറ്റ മുബ്തദിയും ബിദ്അത്തോടുകൂടി നല്ല മരണം വരിക്കൂല. അബല്ലാഹു, അല്ലാഹ് സ്വീകരിക്കൂല ലിസ്വാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തുകാരന്റെ അടുത്തുനിന്ന് സർഫൻ വലാ അദ്ലാ, ഒരു ഫർളും അല്ലാഹ് സ്വീകരിക്കൂല. നിന്റെ താടി വെച്ചതിന് നിനക്ക് സുന്നത്തിന്റെ പ്രതിഫലമില്ല. നിനക്കെങ്ങനെയാ സുന്നത്തിന്റെ കൂലി കിട്ടുക? റസൂലുള്ള താടി വെച്ചത് കൊണ്ടല്ലേ നീ വെക്കണത്? നിന്റെ ഭാഷയിൽ റസൂലുള്ള ഡെയിലി 100 തെറ്റ് ചെയ്യുന്ന സാധാരണക്കാരനായ മനുഷ്യനല്ലേ? നിനക്കെങ്ങനെയാ സുന്നത്തിന്റെ കൂലി കിട്ടുക? സർഫൻ വലാ അദ്ലാ, ഒരൊറ്റ ബിദ്അത്തുകാരന്റെ ഫർളും സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. ഉമ്മമാരെ പെട്ടുപോകരുത്, ചെറുപ്പക്കാരെ ഈമാൻ കളയരുത്. ക്യാൻസർ വന്നാൽ മരിക്കുക മാത്രമാണ് ഉണ്ടാവുക. ബിദ്അത്തുകാരനായാൽ ചത്തുപോകും, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഇത് എഴുതി വെക്കുന്നത് ആരാണ്? ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടുത്തെ അസ്സവാജിറിൽ എഴുതി വെക്കുകയാണ്.
അതാണ് നമ്മുടെ മക്കളെ നന്നാവാൻ ആദ്യം ഗസാലി ഇമാം പറയണത്. നല്ല കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഉണ്ടാവണം.